22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്. എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്തു വെച്ചാലും ചേരാത്ത ജീവിതം, അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ലക്ഷ്മിപ്രിയയെ കുറിച്ച് ഓരോ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ലക്ഷ്മിപ്രിയയെ കുറിച്ച് മാത്രം ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഇപ്പം അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ലക്ഷ്മിപ്രിയക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ലക്ഷ്മിപ്രിയയോടൊപ്പം തന്നെ ഇപ്പം ഭർത്താവായിട്ടുള്ള ജയേഷും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാൾ നമ്മള് ലക്ഷ്മിപ്രിയയെ കുറിച്ച് കണ്ടതും കേട്ടതും ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ മെയിൻ ശത്രു എന്ന് പറയുന്നത് ആരാന്നറിയോ? പിന്നെ അൻസിബയോ അല്ലെന്നുണ്ടെങ്കിൽ ഉഷയോ ഒന്നുമല്ല, ഇവരുടെ ഭർത്താവായിട്ടുള്ള ജയേഷാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീരുമ്പോ തന്നെ മനസ്സിലാവും. വമ്പൻ ട്വിസ്റ്റ് ആണ് മക്കളെ. സത്യം പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ കേസ് കൊടുക്കേണ്ടിയിരുന്നത് അൻസിബയ്ക്കെതിരെ ഒന്നും അല്ല, സ്വന്തം ഭർത്താവായിട്ടുള്ള ജയേഷിനെതിരെയാണ്. പക്ഷെ ഉപദ്രവകാരിയായിട്ടുള്ള ഭർത്താവ് ഉള്ളത് കൊണ്ട് പാവപ്പെട്ട അൻസിബയ്ക്കെതിരെയാണ് പുള്ളിക്കാരി പോയി കേസ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞത് കത്തിയില്ല എന്ന് ചിലർക്ക് കത്തി കാണത്തില്ല. ചിലപ്പം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയും. ഈ സിനിമാ മേഖലയിലെ മുൻ ഡയറക്ടറായിട്ടുള്ള ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ലക്ഷ്മിപ്രിയക്കെതിരെ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നു. ആലപ്പി അഷ്റഫിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പലർക്കും അറിയാമായിരിക്കും. പുള്ളിക്കാരന്റെ പേരിൽ തന്നെയാണ് ആ യൂട്യൂബ് ചാനൽ ഉള്ളത്. ഈ സിനിമ പിടുത്തവും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരൻ നിർത്തി. ഇപ്പൊ ആ സിനിമാ മേഖലയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. അതിന്റെ കൂട്ടത്തിൽ മൂപ്പര് ലക്ഷ്മിപ്രിയയെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ച് പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു. ആര്? ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജയേഷ് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് എന്തായാലും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ബാക്കി കൂടെ കേട്ടോ. അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുവെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണ് എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഒരു വർഗീയ വിഷമാണെന്നുള്ളത് കാര്യം ജനങ്ങളൊക്കെ പണ്ടേ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇവർ ഇന്നലെയും ഇന്നൊന്നും അല്ല വർഗീയതയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് BJP-യിൽ മത്സരിക്കാൻ വേണ്ടി പോയായിരുന്നു. അന്ന് തൊട്ടേ എല്ലാവർക്കും മനസ്സിലായി. അന്ന് തൊട്ടേ വർഗീയത പറയാൻ തുടങ്ങിയത്. അതിപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാലും ഞാൻ ആലോചിക്കുന്നതല്ല, ഈ അൻസിബ എന്തോ മെസ്സേജ് ചീല കേസാണ് സംഭവം. അൻസിബ എന്തോ മെസ്സേജ് അയച്ച പേരിൽ പുള്ളിക്കാരി കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നു. അതും ജിഹാദി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിയുടെ പറച്ചിൽ കേട്ടവർക്കും അമ്മ സംഘടനയിൽ അൻസിബ വന്നത് അതിനകത്തുള്ള കുറെ പേരെ മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവരുടെ വിചാരം. മുമ്പും ടിനി ടോമും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും വണ്ടിക്ക് കേട്ടാനുള്ള ആൾക്കാർ തന്നെ, ഒക്കെ കണക്ക് തന്നെ. എന്നാലും വല്ലാത്തൊരു സ്ത്രീ തന്നെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വർഗീയത പറയുക എന്ന് വെച്ചാൽ ഇവരെ കൊണ്ടൊക്കെ അതിന് പറ്റത്തുള്ളൂ. എന്തായാലും അൻസിബ ഒരു സ്ട്രോങ് ലേഡി ആയതുകൊണ്ട് ഇവരെന്തായാലും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ആലപ്പി അഷ്റഫിന് എന്താ പറയാനുള്ളതെന്ന് ബാക്കി കൂടെ കേട്ടു. വൃത്തിയും സമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് അൻസിബ അയച്ച മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്ന്. അതെ, വെറുതെ ഉപദ്രവിച്ചതല്ല, പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ഭർത്താവ് ചെയ്തിട്ടും പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഭർത്താവിനെതിരെ ഒരു ചെറുവിരൽ പോലും ലക്ഷ്മിപ്രിയ അനക്കിയില്ലെന്നുള്ളതാണ്. പ്രശ്നങ്ങളൊക്കെ മറ്റൊരാളുടെ തലയിലിടാൻ നോക്കി, അൻസിബയെ കുറ്റക്കാരിയാക്കാൻ നോക്കി. ഇനി ഇവിടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ കൊടുത്ത ഒരു പരാതിയുടെ പകർപ്പുണ്ടാകുന്ന ഞാനൊന്ന് വായിച്ചു തരാം. അതില് ഭർത്താവ് തന്നോട് കാണിച്ച ക്രൂരതയും ഈ ഒരു ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നു. പക്ഷെ അതിനെതിരെ കേസെടുക്കാനായിട്ട് ലക്ഷ്മിപ്രിയ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ആ പരാതി ഒന്ന് വായിച്ചു തരാം. ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യണം, 22/2/2026. ബഹുമാനപ്പെട്ട സാർ, എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ. ആ പ്രശ്നങ്ങളുടെ മൂല കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്ന എന്റെ സുഹൃത്ത് എന്റെ ഫോണിലേക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നുമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദുബായിൽ വെച്ച് ഞാൻ ഏതോ മോശ സാഹചര്യത്തിൽ മോശമായി ഒരാളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് ആ കുട്ടിയുടെ ആദ്യമായ ഏതോ സുഹൃത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഫോട്ടോ ഇല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആയതിനാൽ അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പ്രാവശ്യം അഭ്യർത്ഥിച്ച് ചോദിച്ചു. അതിനൊന്നും മറുപടി തരാതെ പോവുകയാണ് അൻസിബ ചെയ്തത്. എന്നാൽ എന്റെ ഈ മെസ്സേജ് ഭർത്താവ് കാണുകയും അതുമൂലം എന്നെ ശാരീരികവും മാനസികമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതിനാൽ അൻസിബയെയും സുഹൃത്തിനെയും ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തി ആ ഫോട്ടോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്നു. മോശമായ ഫോട്ടോ ഇല്ലെങ്കിൽ എന്റെ കുടുംബബന്ധം നശിപ്പിച്ചതിന് നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സത്യം പറയാലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ്, ഒരുപാട് ബുദ്ധിമുട്ടി ഇത് വായിക്കാൻ. എന്തായാലും വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഈ പരാതിയിൽ തന്നെ ലക്ഷ്മിപ്രിയ മെൻഷൻ ചെയ്യുന്നുണ്ട് തന്റെ ഭർത്താവ് ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചെന്ന്. എന്നിട്ടും ഇവിടെ ലക്ഷ്മിപ്രിയ കേസെടുക്കാൻ പറയുന്നത് ആർക്കെതിരെയാണ്? അൻസിബയ്ക്കെതിരെയാണ്. കുടുംബജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പറയുന്നില്ല. എന്താ നല്ല ഉത്തമയായിട്ടുള്ള ഭാര്യ. ഇങ്ങനെ വേണം ഭാര്യമാരായാലും. ഭർത്താവ് എത്ര ഉപദ്രവിച്ചാലും പട്ടീനെ പോലെ അടിച്ചാലും കുഴപ്പമില്ല, ഭർത്താവിന്റെ പേരിൽ ആക്ഷൻ ഒന്നും എടുക്കുന്നത്. ഇങ്ങനെ ഒരു മണഗുണാഞ്ചി ഭാര്യ. എന്തായാലും ഇനി ബാക്ക് ടു ആലപ്പി അഷ്റഫിന്റെ വീഡിയോയിലേക്ക് വരാം. അവർ പറയുന്ന പ്രകാരം ഈ നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് അൻസിബയും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാണ്. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഇവർ തന്നെ പറയുന്നു, അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന്. എങ്ങനെയുണ്ട് അവരുടെ ന്യായം? ഭർത്താവിനെതിരെ പരാതി കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അതിനകത്ത് ഇടപെടുന്നതെന്നാണ് ചോദിച്ചത്. പക്ഷെ അൻസിബയ്ക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ പിന്നെ പേഴ്സണൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അതൊരു വിഷയമേ അല്ല. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ്. ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെ പരാതി കൊടുക്കാത്ത ഈ ലക്ഷ്മിപ്രിയ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ട ഡേറ്റ് എന്ന് പറയുന്നത് 2/3/2026 കൃത്യമായി പറയുവാണെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തത് 10 ദിവസങ്ങൾക്ക് ശേഷം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 22/2/2026. ഈ പരാതി കൊടുത്തത് 10 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. പക്ഷെ അതിപ്പോ അവരുടെ അക്കൗണ്ടിൽ കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് ഞാനൊന്ന് വായിച്ചുതരാം. ഭർത്താവ് ജയേഷുമായി വേർപിരിയുകയാണെന്ന് അറിയിച്ച് നടി ലക്ഷ്മിപ്രിയ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. വിവാഹമോചിതയായെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയ നടി അധികം വൈകാതെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ചേരാത്ത ജീവിതത്തിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ കുറിപ്പ്. ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായി മാറി. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 40കളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ്. കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കുന്നില്ല. ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗിയെന്നാണ് എന്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്. എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം, അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട്.
ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു. ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക. ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി, അത് മാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു. ലക്ഷ്മി പ്രിയയുടെ കുറിപ്പിൽ നിന്നും. ഇതാണ് ലക്ഷ്മി പ്രിയ 2/3/2026 പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി അത് ഡിലീറ്റ് ചെയ്തു. അന്ന് ഈ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പോസ്റ്റ് ഇട്ടതിന് കാരണം ഇതാണെന്നല്ലേ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അതായത് അൻസിബ ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് അത് ഭർത്താവ് കണ്ടത് കാരണം ഭർത്താവ് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞല്ലോ. ആലപ്പി അഷ്റഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആവണം ഈ ഭർത്താവുമായിട്ട് പിരിയാം എന്നുള്ള ഒരു തീരുമാനം ലക്ഷ്മി പ്രിയ എടുത്തത്. അതിന് പിന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് പുള്ളിക്കാരി ഇട്ടത്. ഈ പോസ്റ്റ് എന്തായാലും പിൻവലിച്ചതിന് ശേഷം പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലക്ഷ്മി പ്രിയ പറഞ്ഞൊന്ന് കേട്ടു നോക്കണം. മുട്ടൻ കോമഡിയാണ്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവരല്ലേ കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയത് ന്യൂസ്. ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാണ്? അടുത്ത മാസമായിരിക്കും. ഇത് നിങ്ങള് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇതൊക്കെ കാണാൻ? ആദ്യമല്ല, അതായത് ഈ എഴുത്ത് പരിപാടികൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ എഴുതുമ്പോ മിക്കവരും ആൾക്കാർ ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴോ ഏട്ടനുമായിട്ട് വഴക്കിട്ടിരുന്ന പിണക്കമുണ്ട്, അറിയാലോ. ഈ ഇണക്കം എത്രയാണോ അതുപോലെ പിണക്കമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി ഞാനൊരു എന്താ പറയാ, എന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വായിക്കുന്ന. അപ്പം അവരും നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുക. അയ്യോ അങ്ങനെ പാടില്ല, ഇങ്ങനെ വിളി, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് റൂട്ട് മാറി പോകുന്നു. അപ്പൊ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഒരു വാളിലും കാണാൻ പറ്റില്ല. പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യില്ല. അത് പക്ഷെ വേറെ ആൾക്കാരെടുത്ത് അതങ്ങ് ഭയങ്കര വൈറലാക്കി. എന്നാ ഇതെന്താണ്, ഒരാൾക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾക്ക് ഇത് പറ്റില്ല. ഇങ്ങനത്തെ അതൊന്നും എന്തായാലും എടുത്തു ചാടി ഒന്നും ഇടൂല. എടുത്തു ചാടിയതല്ല, എടുത്ത് തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ അവിവേകം ഒന്നും കാണിക്കല്ലേ ചേച്ചി. എന്തായാലും ചേച്ചി ഇനിയും എഴുതണം, ഇനിയും ഏറി പോകണം. എന്നാലും അവസാനം എല്ലാം കൂടെ മൂഡ് സ്വിങ്സിന്റെ തലയെ കൊണ്ട് ഇട്ടല്ലോ ചേച്ചി. എനിക്ക് മൂഡ് സ്വിങ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഡിവോഴ്സ് ആകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടതാണെന്ന്. ശരിക്കും ഞാനും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ. എന്തായാലും ഇവിടെ മൂഡ് സ്വിങ്സിന്റെ തലയെ കൊണ്ട് പുള്ളിക്കാരി ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. മൂഡ് സ്വിങ്സിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൻസിബയുടെ ആ ഒരു വിഷയമാണ് ഇപ്പൊ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് മാറ്റി പറയാനുള്ള കാണിച്ച ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് സമ്മതിച്ചു കൊടുക്കുന്നത്. അതിനെക്കുറിച്ചും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയുടെ ക്യാരക്ടർ മാറി മറിയുന്നു. അതും കൂടെ ഒന്ന് കേട്ടു. പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ലക്ഷ്മി പ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം. ഇത് പറയുവാൻ ഇതിനെ ശരിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മി പ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മി പ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരാളുമായിട്ട് ഭയങ്കര ശത്രുതയായിരിക്കും, പിറ്റേ ദിവസം നന്നാവുകയും ചെയ്യും. അതൊക്കെ തന്നെയാണ് ഇപ്പം ഈ ഹസ്ബൻഡുമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ ലക്ഷ്മിപ്രിയയുടെ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി ഇതിനെക്കുറിച്ച് സംസാരിച്ചു വന്നിട്ടുണ്ട് രംഗത്ത്. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം
ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറെ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അതെന്താണെന്ന് കാര്യം മനസ്സിലായി. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ 2 ദിവസം മുമ്പ് ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ലക്ഷ്മിപ്രിയ ഈ അൻസിബയ്ക്കെതിരെ കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അൻസിബയ്ക്ക് ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അൻസിബ മദ്യപിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഏതോ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ആ ഷൂട്ടിംഗ് മുടങ്ങിയത് കൊണ്ട് ഏതൊരു ഹോട്ടലിൽ താമസിച്ചു. അവിടെ ഒരു കള്ളക്കാമുകൻ എത്തി അൻസിബയുടെ റൂമിൽ എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂല്. അതിനെക്കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ബാക്കിയും കൂടെ കേട്ടുനോക്കാം. അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസ്യയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ നല്ല ഉപദേശം. പക്ഷെ ഈ ഉപദേശം നൽകുന്ന ആർക്കാണ്? ലക്ഷ്മിപ്രിയ. ഒരു കാര്യമില്ല, എത്ര ഉപദേശം നൽകിയാലും അതിന്റെ തലയിലൊന്നും കയറാൻ പോകില്ല. ഇന്നേ വരെ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെ നാളെയും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലക്ഷ്മിപ്രിയ. എന്തായാലും ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ലക്ഷ്മിപ്രിയ ഭർത്താവായിട്ടുള്ള ജയേഷിന് പിടിച്ചില്ല. മൂപ്പര് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ബന്ധമുള്ള ചേച്ചിക്ക് നമ്മളോട് കാര്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചേച്ചി എന്നെ വേറെ ഒന്നും വിചാരിക്കുന്നത് ചേച്ചി കുറ്റപ്പെടുത്താനോ ചേച്ചി വിഷമിപ്പിക്കാനല്ല വന്നത്. ചേച്ചി ഇന്നും എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ചേച്ചിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു മനസ്സിൽ ചേച്ചി വലിയ ബിംബം തന്നെയാണ്, വലിയ വിഗ്രഹം തന്നെയാണ്. ചേച്ചി അത്രയ്ക്ക് ടാലന്റഡ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ചേച്ചി എന്തിനാണ് ഒരു വീഡിയോ ചെയ്തത്? അപ്പോൾ ചേച്ചി ഒരു വീഡിയോ എന്ന കാര്യം പറഞ്ഞില്ല, ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറയുള്ളൂ. അപ്പോൾ ചേച്ചി ഒരു വീഡിയോ തന്നെ ഞാൻ ചേച്ചി ട്രൈ ചെയ്തു, ഫോണിൽ ട്രൈ പക്ഷേ കിട്ടിയില്ല. എനിക്ക് നമ്പർ മാറി തോന്നുന്നു, എൻ്റെ കയ്യിലുള്ള നമ്പർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്നത് അത് നമുക്ക് പ്രശ്നമല്ല, നമ്മളെ കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ, കേട്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ, വെറും വെറുതെ ഫ്രെയിമിലല്ലോ സിനിമയിലോ സീരിയലോ ടിവിയിലോ കണ്ടിട്ടുള്ള പരിചയം വെച്ച് മാത്രം നമ്മളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് നിർത്തിക്കൊള്ളു നമുക്കറിയാം. പക്ഷെ അവിടെ ഇടയിലേക്ക് ചേച്ചിയെ പോലെയാണ് ഇത്രയും ഫാമിലിയായിട്ട് ബന്ധത്തോടെ വന്നിട്ട് ലക്ഷ്മിപ്രിയ, ഞാൻ ലക്ഷ്മിപ്രിയോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലാത്തവരാണ്. പെണ്ണുങ്ങളായി പെണ്ണുങ്ങളുടെ കാര്യം അല്ലേ? അല്ലെങ്കിൽ നല്ലൊരു സാരി ഒരു പെണ്ണെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല സാരി കൊടുക്കാത്തൊരു പെണ്ണിന് അവരോട് ദേഷ്യം തോന്നും. ദേഷ്യം നമ്മുടെ അസുഖം, അവരുടെ സാരി ഉണ്ടല്ലേ, അവരുടെ മേക്കപ്പ് ഉണ്ടല്ലേ, അവർക്ക് ഇത്രയും മുടിയുണ്ട്, എന്തിനാ ഇത്രയും മുടി കൊണ്ട് നടക്കണേ, അതൊന്ന് കട്ടി വെച്ചാൽ എവിടെയും പോകാൻ നേരത്തെ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അസുഖം വെച്ചും പറയാൻ ചെറിയ സമയത്ത് ആണുങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നല്ല ഷർട്ടൊന്നും ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഭംഗിയുണ്ട്, ഇത് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായി ഇപ്പോൾ പഴയപോലല്ല, നിങ്ങൾക്ക് ഡ്രസ്സ് ഒന്നും നീടാനായിട്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ആൺകുട്ടിയുള്ളത്. പിന്നെ അതിനകത്ത് കുശുമ്പന്മാരെ കാണുമോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് അത്രയും പിള്ളേരുടെ അസുഖം കുശുമ്പൊന്നും കേട്ടുകേൾവിയോ? ഇതോ ഒരു കേട്ടുകേൾവിയല്ല. ലക്ഷ്മിപ്രിയ എന്താണോ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അല്ലാണ്ട് കേട്ടുകേൾവി വെച്ച് സംസാരിച്ചൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ ജയിച്ചേട്ടാ, ബാക്കിയും കൂടെ കേട്ടു. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ചേച്ചിയെ പെടുന്നില്ല. ചേച്ചിക്ക് സാധാരണ ഒരു പരിചയം, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ബന്ധുവിനെ പോലെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എത്രയോ വർഷങ്ങളെ, ഒരു 30-35 വർഷമായിട്ടുള്ള ബന്ധം ചേച്ചിയായിട്ടുണ്ട്. അപ്പൊ ചേച്ചി എന്തിന്റെ പേരിലാണെന്ന് ശരി, ചേച്ചിക്ക് കേട്ടുകേൾവി മാത്രമുള്ള കാര്യമാണ്. അപ്പൊ ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം നമ്മൾ എന്താണ്. ഇപ്പം ചേച്ചി വിളിച്ചില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ ഇത്രയും ആളുകളിട്ട് പൊളിച്ചപ്പോഴും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ പ്രശ്നം, അല്ലെങ്കിൽ ചേച്ചി വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി എന്നൊക്കെ പറയുന്നത്, ഇതാണെങ്കിൽ ഇത്രയുള്ള കാര്യം, എനിക്ക് അതിനെ അറിയാവുന്നതാണ്. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരാളെ? ഈ വായ തുറന്നാൽ തന്നെ അവിഹിതവും അതുപോലെ തന്നെ വർഗീയതയും മാത്രം പറയുന്ന ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്താൽ ചെയ്തവര് മാറിപ്പോവും, അതാണ് ഉണ്ടാവുക. ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള ഒരാൾക്ക് പോലും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഗതികെട്ട് ഭാഗ്യലക്ഷ്മിക്ക് ലക്ഷ്മിപ്രിയക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്.
എന്തായാലും പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും അരോചകമായി മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്ക് ചേച്ചി പറഞ്ഞില്ല. ചേച്ചി ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണോ ഇത് ഇതിനകത്ത് മറ്റൊരു പ്രതി, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. കാരണം ഇനി അതിന്റെ പേരിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് എന്നെ പറ്റി മോശം പറഞ്ഞു, എന്റെ പേരെടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. അത് തന്നെയാണ് നല്ലത്. നിങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്മിപ്രിയക്കെതിരെ ചെയ്ത ക്രൂരതകളൊക്കെ പുറത്തു വരത്തില്ലേ, അതുകൊണ്ട് മിണ്ടാതിരുന്നു, അതാ നല്ലത്. ആൾക്ക് നല്ല പേടിയുണ്ട് സംസാരിക്കുക, അതുകൊണ്ടാണ് അൻസിബയുടെ പേര് പോലും പുള്ളിക്കാരൻ പറയാത്തത്. പൂർണ്ണമായിട്ട് സന്തോഷം നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ചേച്ചി ഒരു ദിവസം ചേച്ചിക്ക് പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്നു. വേറൊരു കുട്ടിയും സഹായത്തിന് കുട്ടിയും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പേര് പറയുന്നില്ല, ഞാൻ അവർക്ക് എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കരിമീലായിട്ട് മുഖത്ത് വിളിച്ചിട്ട് അയാളെ തല്ലി ചീത്ത വിളിച്ചു. അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, ആ കുട്ടിയും ലക്ഷ്മി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് 10 വട്ടം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ ഇത്രയും ഇത്രയും മോശമാകുന്ന ആൾക്കാർ എന്തെല്ലാം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ചേച്ചി പറഞ്ഞു. പക്ഷെ അന്ന് ചേച്ചി തോന്നിയെങ്കിൽ ചേച്ചി ഞങ്ങൾ പേഴ്സണലി വിളിച്ച് ചേച്ചി കാര്യം ചോദിക്കാൻ പറയാൻ പറ്റും. ചേച്ചി ഇതുവരെ വേണ്ടിയില്ല. എന്തായാലും ജയശേട്ടൻ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ലക്ഷ്മിപ്രിയെ പറഞ്ഞിട്ട് ഒരാൾ പോലും ലക്ഷ്മിപ്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടാണ് ഈ വന്നിരുന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇങ്ങേർക്ക് എന്ത് അധികാരമാണുള്ളത്? എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.